മാസത്തെ വിചാരണയ്ക്കൊടുവിലാണ് തിരുവനന്തപുരം നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി ഇന്ന് ഷാരോൺ രാജ് വധക്കേസിൽ വിധി പറഞ്ഞത്. രാവിലെ 11 മണിയോടുകൂടി ആദ്യ കേസായി തന്നെ ഈ കേസ് പരിഗണിച്ചു. 10:30 ഗ്രീഷ്മയെ കോടതി മുറിയിൽ എത്തിച്ചിരുന്നു. ഈ കേസിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ ഗ്രീഷ്മയുടെ അമ്മാവൻ നിർമ്മൽകുമാരൻ നായർ രാവിലെ തന്നെ കോടതിയിൽ എത്തിച്ചു. 11 ആദ്യ കേസായി പരിഗണിച്ചപ്പോൾ ആദ്യം വിധി പറയുന്നതിന് മുമ്പ് വിധിപ്പകർപ്പ് അദ്ദേഹം എടുത്തു വെച്ച ശേഷം ആദ്യം ചെയ്തത് ഷാരോൺ രാജിന്റെ അച്ഛനും അമ്മയും ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ കോടതിക്കുള്ളിലേക്ക് വിളിച്ചിരുത്തു എന്ന് ഉദ്യോഗസ്ഥരോട് പറഞ്ഞു. അവർ രണ്ടുപേരും ഗ്രീഷ്മയ്ക്ക് മുന്നിലൂടെ പുറകിലൂടെയാണ് വന്നത്, ഫ്രണ്ടിലാണ് ഇരുന്നത്. പക്ഷേ അവർ കോടതിക്ക് പുറകിലൂടെ പ്രതി നിൽക്കുന്ന, അതായത് ഗ്രീഷ്മ നിൽക്കുന്ന ആ സൈഡിൽ കൂടെ ഗ്രീഷ്മയ്ക്ക് മുന്നിലൂടെയാണ് ജഡ്ജിന്റെ സമീപത്തായി രണ്ട് കസേരയിൽ വന്നിരുന്നത്. ആദ്യം പോലീസിനെ അഭിനന്ദിച്ചുകൊണ്ടായിരുന്നു കോടതിയുടെ തുടക്കം. നല്ല രീതിയിൽ അന്വേഷണം നടത്തി. ഒരു ഉദ്യോഗസ്ഥന്റെ പേരെടുത്ത് പറയുന്നില്ല. എൻ്റെ പോലീസ് ടീമിന് അഭിനന്ദനം അറിയിക്കുന്നു. പ്രോസിക്യൂഷൻ നന്നായി കേസ് പ്രസന്റ് ചെയ്തു. രണ്ടുപേർക്കും അഭിനന്ദനം നൽകിക്കൊണ്ട് കോടതി വിധിന്യായത്തിലേക്ക് കടക്കുകയാണ് ചെയ്തത്. വളരെ വൈകാരികമായ കാര്യങ്ങൾ വിധിന്യായത്തിൽ കൃത്യമായി തന്നെ കോടതി പറഞ്ഞു വെക്കുന്നുണ്ട്. ഇദ്ദേഹം ഷാരോൺ രാജ് പ്രണയത്തിന്റെ അടിമയായിരുന്നു. മരണക്കിടക്കയിൽ പോലും ഗ്രീഷ്മയെ വിശ്വസിക്കുകയാണ് അദ്ദേഹം ഷാരോൺ രാജ് ചെയ്തത്. അത് പൂർണ്ണമായി മുതലെടുത്തുകൊണ്ട് വിവിധ ഘട്ടങ്ങളിൽ കൊല നടപ്പാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഗ്രീഷ്മയുടെ ഭാഗത്ത് നിന്നുണ്ടായത്. ആദ്യം ഒരു തവണ പാരസെറ്റാമോളിൽ ഇത് കലക്കി കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു. ഒരാളുമായി, തമിഴ്നാട് സ്വദേശിയായ ഒരാളുമായി കല്യാണം ഉറപ്പിച്ച ശേഷം, അദ്ദേഹത്തിന്റെ പേര് പറയുന്നുണ്ട്, അദ്ദേഹത്തിനകത്ത് വലിച്ചെടുക്കേണ്ട എന്നുള്ളതുകൊണ്ട് നമ്മൾ ആ പേര് പറയുന്നില്ല. ഇയാളുമായി കല്യാണം ഉറപ്പിച്ച ശേഷവും ഷാരോണുമായിട്ടുള്ള ബന്ധം പുലർന്നു. അതിനുശേഷവും ഇവർ തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു. ഇവർ ഒരുപാട് സ്ഥലങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. ഇതിനിടയിൽ ഒരു പള്ളിയിൽ കൊണ്ടുപോയി താലി കെട്ടി നെറുകിൽ കുറിയിട്ടു തുടങ്ങിയ കാര്യങ്ങളെല്ലാം വൈകാരികമായി തന്നെ കോടതി പറഞ്ഞു വെക്കുന്നുണ്ട്. പ്രതിഭാഗം പറഞ്ഞ വാദങ്ങളെല്ലാം കോടതി തള്ളിക്കളയുകയാണ് ചെയ്തത്. പ്രായത്തിന്റെ ഇളവ് വേണം എന്ന് ശിക്ഷന്മേലുള്ള വാദത്തിൽ പ്രതിഭാഗം ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ആ വാദത്തെ കോടതി പൂർണ്ണമായും നിരാകരിച്ചു. അതിന് കാരണമായി കോടതി പറഞ്ഞത് രണ്ടുപേരും ഒരേ പ്രായത്തിലുള്ള ആൾക്കാരാണ്, അതുകൊണ്ട് ഒരാളെ കൊന്ന ശേഷം തനിക്ക് പ്രായത്തിന്റെ ഇളവ് വേണം എന്ന് പറയുന്നത് ഈ കോടതിക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ വാദം കോടതി തള്ളിക്കളഞ്ഞു. എന്നിട്ട് കോടതി പറയുന്നുണ്ട്, തനിക്ക് പ്രതിയെ മാത്രം നോക്കിയാൽ പോരാ, മറ്റുള്ളവരെ കൂടി നോക്കണം. അതുകൊണ്ടാണ് ഷാരോൺ